5 മിനിറ്റിൽ ഐസ്ക്രീം റെഡി ആയതിൻ്റെ സസ്പെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. 4 ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഐസ്ക്രീമിന് ആവശ്യമുള്ളൂ. പാല് 500 ml, ഫ്രഷ് ക്രീം 6 ടേബിൾ സ്പൂൺ, കൊക്കോ പൗഡർ 1 വലിയ ടേബിൾ സ്പൂൺ, അൺറിഫൈൻഡ് ഷുഗർ 1/2 കപ്പ് പൊടിച്ചത്. ഇതൊക്കെ ഒരു പാത്രത്തിലിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്ത ഇൻഗ്രീഡിയൻസൊക്കെ ആ പ്ലാസ്റ്റിക് ബാഗിൽ ഇടുക. ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് നല്ലതുപോലെ സീൽ ചെയ്യാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലാസ്റ്റിക് കവറിൻ്റെ പകുതി നമ്മൾ കുറച്ച് ഐസ് കൊണ്ട് നിറയ്ക്കുക. അതിനുശേഷം കല്ലുപ്പിടുക. കല്ലുപ്പിടുന്ന എന്താണെന്ന് വെച്ചാൽ ഐസ് പെട്ടെന്ന് അലിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്ലാസ്റ്റിക് ബാഗ് ഇല്ലെങ്കിൽ 2 എയർ ടൈറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എടുത്താലും മതി. ഒന്ന് വലുതും ഒന്ന് ചെറുതും. സീൽ ചെയ്ത നമ്മുടെ ഇൻഗ്രീഡിയൻസ് ബാഗ് നമുക്ക് നമ്മുടെ വലിയ പ്ലാസ്റ്റിക് ബാഗിലേക്ക് വയ്ക്കുക. ഇനി ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് ഐസ് നിറയ്ക്കാം. ബാഗ് സീൽ ചെയ്യാൻ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം നിറയ്ക്കാൻ. ഞാനും മോനും കൂടെ മാറി മാറി ഐസ്ക്രീം ബാഗ് ഷേക്ക് ചെയ്തു. അതെ, ഒരു 5 മിനിറ്റ് നിർത്താതെ ഐസ്ക്രീം ബാഗ് ഷേക്ക് ചെയ്യുക. വെള്ളം പോലെ ഇരുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ നല്ല റിച്ച് ക്രീം ഐസ്ക്രീമായിട്ട് നമുക്ക് മാറുന്നത് കാണാം. ഒരു സ്കൂപ്പറോ സ്പൂണോ എടുത്ത് നമ്മുടെ ഐസ്ക്രീം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഐസ്ക്രീമായി എന്ന് അറിഞ്ഞതും പേരക്കുട്ടി മക്കളൊക്കെ കൺട്രോൾ പോയിട്ട് ഒരു തമ്പനെയിൽ പിക്ചർ പോലും ഫോട്ടോ എടുക്കാൻ പോലും എനിക്ക് കിട്ടിയില്ല. അടുത്ത തവണ വേറെ ഫ്ലേവർ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഐസ് ക്രിസ്റ്റൽ പോലെ ആവും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു ഹോം കുക്കാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക.